ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രചാരണ വാക്യങ്ങളിൽ വലിയ പ്രചാരണം നേടിയ ഒന്നായിരുന്നു കേരളം ജയിക്കും UDF നയിക്കുമെന്നുള്ളത്. ആ വാചകത്തിന് പിന്നിലൊരു കൊല്ലം സ്വദേശിയാണ്. പഴയ SFIക്കാരനായ D സജീവിനെ പരിചയപ്പെടാം. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ കഴിഞ്ഞു പോയത്. പറയുന്ന ഓരോ ഡയലോഗും പോസ്റ്ററിലെ ഓരോ വാചകങ്ങളും അത്രത്തോളം അണികൾ ഏറ്റെടുത്തതാണ് എന്നുള്ളതാണ്. അതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അണികൾ ഓരോ തവണയും ഏറ്റുപറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു. അത് കേരളം ജയിക്കും UDF നയിക്കുമെന്നുള്ളതാണ്. ആ വാചകത്തിന് പിന്നിലുണ്ടായിരുന്ന വ്യക്തി പഴയ SFIക്കാരനാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം കൊല്ലംകാരനാണ്. 24-നൊപ്പം ഉണ്ട് ഇപ്പോൾ D സജീവൻ. ആ വാചകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകർ ഏറ്റെടുത്തതാണ്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ പിന്നിലുണ്ടായത്? അല്ല, നമ്മുടെ ഇത് എഴുതാനുള്ള കാരണം ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പരസ്യ മേഖലയിൽ നിൽക്കുന്ന ഒട്ടനവധി 100-ലധികം സ്ഥാപനങ്ങളുടെ വാണിജ്യ സ്ഥാപനങ്ങളുടെ കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ ക്യാച്ച് ലൈനൊക്കെ അത് വളരെ ശ്രദ്ധേയമായത്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പരിപാടികളുടെ എല്ലാം പ്രത്യേക വരുന്ന വില പേരുകൾ. ഇപ്പോൾ മിഴി നനയരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുനെസ്കോയിൽ പോയൊരു വലിയൊരു പ്രോഗ്രാമിൻ്റെ ആയിരുന്നു, ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായിരുന്നു. MP രാജേഷ് ഇരുന്ന സമയത്ത് PD സതീശൻ സാറിൻ്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു, പുതുയുഗ യാത്ര. അപ്പോൾ അതിൻ്റെ സബ് ടൈറ്റിൽ വേണമെന്ന് ഇപ്പോൾ വീണ്ടെടുക്കണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങളിങ്ങനെ ഇട്ട് കൊടുത്തത്. പക്ഷേ അത് നമ്മുടെ അത് അവരെ ഉപയോഗിച്ചായിരുന്നു ആ സാധനം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇതിലേക്ക് വരുന്ന ഒരു അവർക്ക് ക്യാച്ച് ലൈൻ വേണം. ഒരുപാട് സ്ഥാപനങ്ങൾ എഴുതി. ഞാനും പറഞ്ഞെങ്കിൽ ഒരെണ്ണം എഴുതി നോക്കുമ്പോൾ നമുക്ക് പലതും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയാണത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു മുണ്ടോപനിഷത്തിൽ പ്രധാന വാചകമുണ്ട്, സത്യമേവ ജയതേ. പിന്നെ നമ്മുടെ ഒരു ലാറ്റിൻ ഫ്രൈസ് ഉണ്ട്, പിന്നെ ജനശബ്ദം ദൈവശബ്ദം എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഉയർന്ന മൂല്യം. അപ്പോൾ ഈ രണ്ട് സാധനം വേണം. ഒപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ LDF വരും ശരിയാവും എന്നുള്ള ടാഗ് ലൈനായിരുന്നു. അതിനോടൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം വേണം. മൊത്തം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ ജനം ജയിക്കും UDF നയിക്കും, അതായത് ജനവും ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു ഫൈറ്റായി മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മളൊരു പാർട്ടി നിൽക്കുന്നു, അപ്പുറത്തെ പാർട്ടിക്ക് വേണ്ടി ഇതുപോലെ തലവാചകങ്ങളൊക്കെ എഴുതുമ്പോൾ അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ടാവും. അല്ല, ഇതിനകത്ത് വിമർശനത്തിനല്ല, ഇത് ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ച കാര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ സ്വാഭാവികമൊക്കെ എൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ വിഷയം. എന്തായാലും ചെയ്യുന്ന ജോലിയിൽ രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് സജീവൻ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ജോലി ക്രിയേറ്റിവിറ്റിയാണ്. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു CPM പ്രവർത്തകൻ തന്നെയാണ്. എഴുതിയ വാക്കുകൾ, അത് UDFന് വേണ്ടി എഴുതിയ വാക്കുകൾ വലിയ തരത്തിൽ അത് പ്രചാരണം നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.